പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന PV അൻവർ MLA പ്രഖ്യാപനത്തെ ഗൗരവത്തോടെ വിലയിരുത്തി ഇടത് വലത് മുന്നണികൾ. നിലമ്പൂരിലെ യോഗത്തിലെത്തിയ ആൾക്കൂട്ടം അണികളായി കൂടെ ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. മതമൗലികവാദികളുടെ പിന്തുണ അൻവറിന് ഉണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്തായാലും PV അൻവറിൻ്റെ ഓരോ നീക്കവും വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് CPM. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ളതാണ് PV അൻവറിൻ്റെ പുതിയ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ പാർട്ടി, പ്രത്യേകിച്ചും CPM, അത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലയളവാണ്. ആ സമയത്താണ് PV അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറയുന്നത്. ഇതിനെ CPM അല്ലെങ്കിൽ PV അൻവറിൻ്റെ നീക്കങ്ങളെ എങ്ങനെയാണ് CPM നിരീക്ഷിക്കുന്നത്? ദിസ്ന സുരേഷ്. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ PV അൻവറിന്റെ മുന്നോട്ടുള്ള യാത്രയെ ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് CPM ഉറ്റുനോക്കുന്നത് എന്ന് തന്നെ പറയാൻ പറ്റും. പ്രധാനമായും ഈ നിലമ്പൂർ ഭാഗത്തുള്ള മുസ്ലിം വോട്ടുകൾ ഹൈജാക്ക് ചെയ്യുവാൻ PV അൻവറിന് കഴിയുമോ എന്നുള്ള ഒരു സംശയമൊക്കെ തന്നെ CPMന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അൻവർ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ഈ മഞ്ചേരിയിൽ ഈ ഞായറാഴ്ച 1,00,000 പേരെ അണിനിരത്തി വലിയൊരു രീതിയിലുള്ള യോഗമൊക്കെ താൻ ചേരുമെന്നൊരു പ്രസ്താവനയൊക്കെ അൻവർ ഇറക്കിയിരുന്നു. അതോടൊപ്പം തന്നെ താൻ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു, യുവതലമുറയിൽ ഈ ആശയത്തോട് സമാനമായി നിൽക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്തുള്ള ഒരു പാർട്ടിയാണ് താൻ രൂപീകരിക്കുന്നത് എന്നൊരു പ്രഖ്യാപനം തന്നെയാണ് അൻവർ നടത്തിയത്. മുഖ്യമന്ത്രിയെ അടക്കം രൂക്ഷമായി വിമർശിക്കുകയാണ് അൻവർ ചെയ്തത്. അതോടൊപ്പം തന്നെ കോഴിക്കോട്ടെ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ വെളിപ്പെടുത്തലൊക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു യോഗവും മുതലക്കുളത്ത് ചേർന്നിരുന്നു. വലിയൊരു ആൾക്കൂട്ടം തന്നെയായിരുന്നു PV അൻവറിന്റെ ഈ പരിപാടികളിലൊക്കെ തന്നെയും പങ്കെടുത്തത്. അതായത് ഇത്തരത്തിലൊരു പാർട്ടി താൻ രൂപീകരിക്കുന്നത് തന്റെ പാർട്ടിക്കുള്ളിൽ ഒരു പ്രതിനിധി ഉണ്ടാവണം എന്ന ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് PV അൻവർ ഇത്തരത്തിലുള്ള ഒരു പാർട്ടി രൂപീകരണത്തിലേക്കൊക്കെ കടന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും CPM ഈ നീക്കത്തെ വലിയ രീതിയിലാണ് നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇടത് സഹയാത്രിയായ നിലമ്പൂർ ആയിഷയൊക്കെ തന്നെ ഇന്നലെ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതൊക്കെ CPMനുള്ള വലിയ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട്. എന്തായാലും അൻവർ ഇനി മുന്നോട്ടുള്ള അൻവറിന്റെ ഓരോ യാത്രയും വലിയ രീതിയിൽ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് തന്നെയാണ് CPM കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ നിലമ്പൂർ ഏരിയയിലെ ഇടതുപക്ഷ വോട്ടുകളൊക്കെ തന്നെയും വഴിമാറി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നൊരു വിലയിരുത്തലൊക്കെ തന്നെയും ഈ പാർട്ടി തലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിനോദ്.